ഓം ശ്രീ ഗം ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 65. എല്ലാ സജ്ജനങ്ങളെയും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീദ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവനഃ ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയഃ. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ 605 വാക്കാണ് ശ്രീധ എന്നത്. തൻ്റെ ഭക്തന്മാർക്ക് സകല ഐശ്വര്യങ്ങളും കൊടുക്കുന്നവൻ. ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ സമ്പത്തും കൊടുക്കുന്നവനാണ്. ഇനി അടുത്ത വാക്കാണ് ശ്രീശ, ശ്രീയുടെ ഈശൻ, അതായത് ലക്ഷ്മി ദേവിയുടെ വല്ലഭൻ, ലക്ഷ്മി വല്ലഭൻ ഭഗവാൻ. മഹാലക്ഷ്മിയുടെ സമ്പത്ത് ഭക്തന്മാരുടെ പോഷണത്തിനുള്ള കഴിവാണല്ലോ. ഭക്തന്മാർക്ക് വേണ്ട ആന്തരികമായ ഉത്കൃഷ്ട ഗുണങ്ങൾ സദാ ശ്രീ ഭഗവതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത വാക്കാണ് ശ്രീനിവാസ, സജ്ജനങ്ങളിൽ വസിക്കുന്നവനാണ് ഭഗവാൻ. ശ്രീമാന്മാരായ സജ്ജനങ്ങൾ അവരുടെ അന്ധകരണം ശുദ്ധമാക്കിയവരാണ്. അവരുടെ ഹൃദയങ്ങളിൽ സകല കാമനകളും വിഷയാവേശങ്ങളും നീങ്ങിയിട്ട് അവരുടെ ഹൃദയങ്ങളിൽ സകല കാമനകളും വിഷയാവേശങ്ങളും നീക്കി ശാന്തിയും സന്തോഷവും ഭക്തിയും നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഭക്തന്മാരുടെ ഹൃദയമാണ് ഭഗവാന്റെ വാസസ്ഥാനം. ഇനി അടുത്ത വാക്കാണ് ശ്രീനിധി, ശ്രീയാവുന്ന നിധിയുടെ കേന്ദ്രസ്ഥാനം ഭഗവാനാണ്. പരിപൂർണനും ശ്രേഷ്ഠനുമായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാണ് സകല മഹിമകളുടെയും വിളനിലം. ഭഗവാനിൽ നിന്നാണ് ശ്രീ ഭഗവതി തൻ്റെ സൃഷ്ടിലീലയ്ക്ക് വേണ്ട മായാശക്തിയെ ഉൾക്കൊള്ളുന്നത്. ഇനി അടുത്ത വാക്ക് നോക്കാം. ശ്രീ വിഭാവനഃ, ശ്രീയെ വിതരണം ചെയ്യുന്നവനും ഭഗവാനാണ്. ബാഹ്യവും ആന്തരവുമായ ഐശ്വര്യത്തെ തൻ്റെ ഭക്തന്മാർക്ക് അവരുടെ പുണ്യത്തിനനുസരിച്ചിട്ട് വിതരണം ചെയ്യുന്നത് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവാണ്. എല്ലാ കർമ്മങ്ങളും നിയന്ത്രിക്കുന്ന ആ നിയമകർത്താവും സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെയാണ്. ഇനി അടുത്ത വാക്ക് നോക്കാം. ശ്രീധര, ശ്രീയെ മാറിൽ സദാ ധരിക്കുന്നവൻ. ചുരുക്കത്തിൽ ഭഗവാൻ സദാ പരിപൂർണനാണ്. അടുത്ത വാക്കാണ് ശ്രീകര, ശ്രീയം കരോതി ഇതി ശ്രീകരഃ എന്നാണ് അർത്ഥം. തന്നെ സദാ സ്മരിച്ചുകൊണ്ടും തൻ്റെ ഗുണങ്ങളെ ചിന്തിച്ചുകൊണ്ടും തന്നെ ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുക്കുന്നവനാണ് ഭഗവാൻ ശ്രീ മഹാവിഷ്ണു. ഇനി അടുത്ത വാക്ക് ശ്രേയ, നാരായണനാണ് ഏറ്റവും ശ്രേയസ്ഥാനമായ മോക്ഷം. സകല ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനോവിക്ഷേപങ്ങളിൽ നിന്ന് തൻ്റെ ഭക്തന്മാരെ മോചിപ്പിച്ചിട്ട് കേവലമുക്തി പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. ഇനി അടുത്ത വാക്കാണ് ശ്രീമാൻ, എല്ലാ മഹിമകളുടെയും സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഉടമയാണ് ഭഗവാൻ. ഇനി അടുത്ത വാക്കാണ് ലോകത്രയാശ്രയഃ, ത്രിലോകത്തിനും ആശ്രയം ഭഗവാനാണ്. ത്രിലോകത്തിലുള്ള ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥയിൽ സകല അനുഭവങ്ങളെയും അല്ലെങ്കിൽ സകല അനുഭവങ്ങളുടെയും ആശ്രയം ഭഗവാനാണ്. ഉപാധിരഹിതനായ പരിശുദ്ധ ബോധസ്വരൂപനാണ് ഭഗവാൻ. പരമാത്മാവിൻ്റെ അഭാവത്തിൽ യാതൊരനുഭവവും ത്രിലോകത്തിലും സാധ്യമല്ല. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം. ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതഃ ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.